ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. സതി എന്ന ദുരാചാരത്തിൻ്റെ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. സതി എന്ന ദുരാചാരത്തിൻ്റെ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. സതി എന്ന ദുരാചാരത്തിൻ്റെ ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഗേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാന ഖനികൾ. ഇന്ത്യയിലെ പ്രധാന ഖനികൾ: ജാദുഗുഡ. ജാദുഗുഡ യുറേനിയം ഖനി. ജാദുഗുഡ യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. ജാദുഗുഡ യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. തുമലപ്പല്ലൈ. തുമലപ്പല്ലൈ ഖനി യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. തുമലപ്പല്ലൈ യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. കോളർ. കോളർ സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടക. കോളാറാണ്. കോളാർ സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. ഹുട്ടി സ്വർണം ഖനി. ഹുട്ടി സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. ഹുട്ടി സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. രാമഗിരി സ്വർണ്ണംഗിരി. രാമഗിരി സ്വർണം ഖനി. രാമഗിരി സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. രാമഗിരി സ്വർണം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. പന്ന വജ്രം ഖനി. പന്ന വജ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. പന്ന വജ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. ഗോൽക്കൊണ്ട വജ്രം ഖനി. ഗോൽക്കൊണ്ട വജ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. ഗോൽക്കൊണ്ട വജ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ജാദുഗുഡ യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. തുമലപ്പല്ലൈ യുറേനിയം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. കോളാർ സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. ഹുട്ടി സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. രാമഗിരി സ്വർണം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. പന്ന വജ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ. ഗോൽക്കൊണ്ട വജ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ. അടുത്തത് കൊഡർമ. കൊഡർമ അബ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. കൊഡർമ അബ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. നെയ്വേലി. നെയ്വേലി ലിഗ്നൈറ്റ് ഖനി. നെയ്വേലി ലിഗ്നൈറ്റ് ഖനി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. നെയ്വേലി ലിഗ്നൈറ്റ് ഖനി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ. ജാറിയ. ജാറിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. ജാരിയ. ജാരിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ബംഗാളിൽ. ജാരിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. റാണിഗഞ്ച്. റാണിഗഞ്ച് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ. റാണിഗഞ്ച് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ബംഗാളിൽ. ഹസാരിബാഗ്. ഹസാരിബാഗ് ചെമ്പ് ഖനി. ചെമ്പ് ഖനി. ഹസാരിബാഗ് ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. കൊരാപുട്ട് ബോക്സൈറ്റ് ഖനി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. കൊരാപുട്ട് ബോക്സൈറ്റ് ഖനി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. അപ്പോൾ കൊഡർമ അബ്രം ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. നെയ്വേലി ലിഗ്നൈറ്റ് ഖനി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ജാരിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ്. റാണിഗഞ്ച് കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ. ഹസാരിബാഗ് ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. കൊരാപുട്ട് ബോക്സൈറ്റ് ഖനി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. അടുത്തത് കുന്ദ്രേമുഖ്. കുന്ദ്രേമുഖ് ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടക. കുന്ദ്രേമുഖ് ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടക. മയൂർഭഞ്ച്. മയൂർഭഞ്ച് ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ. മയൂർഭഞ്ച് ഇരുമ്പ് ഖനി ഒഡീഷയിലാണ്.
രത്നഗിരി ഇരുമ്പുഖനി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. രത്നഗിരി ഇരുമ്പ് മഹാരാഷ്ട്ര. ബെല്ലാരി ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. ബെല്ലാരി ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിൽ. അപ്പോൾ കുന്ദ്രേമുഖ് ഇരുമ്പ് ഖനി കർണാടകയിൽ. മയൂർഭഞ്ച് ഇരുമ്പ് ഖനി ഒഡീഷയിൽ. രത്നഗിരി ഇരുമ്പ് ഖനി മഹാരാഷ്ട്രയിൽ. ബെല്ലാരി ഇരുമ്പ് ഖനി കർണാടകയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? മെക്കാളെ പ്രഭു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലക്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. അതുപോലെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നഭിപ്രായപ്പെട്ടത് രാജാ റാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും അഭിപ്രായപ്പെട്ടത് രാജാ റാം മോഹൻ റോയ്. അപ്പോൾ മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്നഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകൻ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നഭിപ്രായപ്പെട്ടത് രാജാ റാം മോഹൻ റോയ്. അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല എന്നഭിപ്രായപ്പെട്ടത് ബ്രിജ് നാരായൺ ചക്ബസന്ത്. അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല എന്നഭിപ്രായപ്പെട്ടത് ബ്രിജ് നാരായൺ ചക്ബസന്ത്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ടുതന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്നഭിപ്രായപ്പെട്ടത് കേഴ്സൺ പ്രഭു. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ടുതന്നെ ഞാൻ രാജ്യം ഭരിക്കും എന്നഭിപ്രായപ്പെട്ടത് കേഴ്സൺ പ്രഭു. അപ്പോൾ അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ, എന്നെ തടവറയിലാക്കട്ടെ, പക്ഷേ എൻ്റെ ആശയങ്ങൾക്ക് വിലങ്ങു തീർക്കാൻ അവർക്കാവില്ല എന്നഭിപ്രായപ്പെട്ടത് ബ്രിജ് നാരായൺ ചക്ബസന്ത്. അതുപോലെ എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ടുതന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്നഭിപ്രായപ്പെട്ടത് കേഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്നഭിപ്രായപ്പെട്ടത് കേഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്നഭിപ്രായപ്പെട്ടത് കേഴ്സൺ പ്രഭു.